ഇത് നല്ലതാണോ, എനിക്ക് ഹാർംഫുൾ ആണോ ഒന്നും നമ്മൾ നോക്കാറില്ല. എങ്ങനെ നല്ല ചിന്തകൾ ഇട്ടുകൊണ്ട് നമ്മുടെ ലൈഫിനെ ഈസി ആയിട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇമോഷനെ എങ്ങനെ ഷേപ്പ് ചെയ്യാം, നമ്മുടെ ലൈഫിനെ എങ്ങനെ നല്ലൊരു തരത്തിലേക്ക് ഡിസൈൻ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് നമുക്കൊരു പൂന്തോട്ടമായിട്ട് ഉപമിക്കാം. നല്ലൊരു പൂന്തോട്ടത്തിൽ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുക? നല്ല പൂക്കളെ സൃഷ്ടിച്ചെടുക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുക, അല്ലെ? അപ്പം അതിലിടുന്ന വിത്തുകളായിട്ട് നമുക്ക് ചിന്തകളെ നമുക്കൊന്ന് ഉപമിക്കാം. അപ്പം നല്ല വിത്തുകൾ ഇടുമ്പോൾ നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്, നല്ല ചിന്തകൾ കൊടുക്കുമ്പോൾ. അതുപോലെ ഇപ്പം മോശമായ വിത്തുകളാണ് നമ്മൾ ഇടുന്നതെങ്കിൽ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? പാഴ് ചെടികളും കുറ്റിക്കാടുകളും നിറഞ്ഞ ഒരു പൂന്തോട്ടമായിരിക്കും നമുക്ക് കിട്ടുക. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നല്ല ചിന്തകൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതം അതിനനുസരിച്ച് മാറാൻ തുടങ്ങും. മോശം ചിന്തകളാണെങ്കിൽ അതിനനുസരിച്ച്. ഇപ്പം ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുകയാണ്. അതായത്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷിക്കുന്ന ഒരു നിമിഷം ഉണ്ടാവും, അല്ലെ? നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതൊന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോ എന്താണ് നിങ്ങളുടെ ഫീലിങ്സ്? അത് ആരെങ്കിലും ഒന്ന് മ്യൂട്ട് ആക്കിയിരുന്ന് പറയാമോ? നല്ല ഹാപ്പിനെസ് ഹാപ്പിനെസ് ഫീൽ ചെയ്യുമ്പോ അതെ, നമ്മള് നല്ല ചിന്തകൾ കൊടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നല്ല ഹാപ്പിനെസ്, സന്തോഷം നിറഞ്ഞ ചിന്ത വരുന്ന സമയത്ത് നമുക്ക് ആ ഫീലിങ്സ് ഹാപ്പിനെസ് ആണ്. ഇൻവിസിബിൾ തോട്ട് ഓഫ് ഓർ തോട്ട്, അത് ഇൻവിസിബിൾ പവർ ഓഫ് തോട്ട്. അതായത് നമ്മളുടെ ചിന്തകൾക്ക് ഇൻവിസിബിൾ പവർ ആണുള്ളത്. എന്തുകൊണ്ടാണ് ഇൻവിസിബിൾ പവർ എന്ന് പറയുന്നത്? അവർ തോട്ട് ക്രിയേറ്റ് അവർ ഫീലിങ്സ്, ഫീലിങ്സ് ടു ഡയറക്റ്റ് ഓർ ആക്ഷൻ, ആക്ഷൻ ക്രിയേറ്റ് ഓർ റിയാലിറ്റി. തോട്ട്, ഫീലിങ്സ്, ആക്ഷൻ, ഇങ്ങനെയാണ് പോകുന്നത്. നമ്മുടെ തോട്ട് ഫീലിങ്സ് ഉണ്ടാക്കുന്നു, ആ ഫീലിങ്സിൽ നിന്ന് നമ്മൾ ആക്ഷൻ എടുക്കുന്നു. അപ്പൊ നല്ല തോട്ട് കൊടുക്കുമ്പോൾ നല്ല ഫീലിങ്സ് നമുക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിൽ നിന്നും നല്ല ആക്ഷനും നല്ലൊരു ജീവിതവും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഒരു ചിന്തയിൽ നിന്ന് ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട്, ഒരു ചിന്തയിൽ നിന്ന് ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നു. ഇപ്പോ എനിക്ക് മാറണം എന്ന്, എനിക്ക് ഇങ്ങനെ ആയാൽ പോരാ, എന്റെ ജീവിതത്തിൽ ഒരു വലിയൊരു ചേഞ്ച് വരണം, ഞാൻ ഇങ്ങനെ നടന്നാൽ പോരാ, എനിക്ക് മണി ഉണ്ടാക്കണം, എനിക്ക് നല്ല ആരോഗ്യമുള്ള ലൈഫ് വേണം എന്ന് ആണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള ആക്ഷനും കൂടെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഗുഡ് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പകരം നമ്മൾ മോശമായി ചിന്തിക്കുകയാണ്, നമ്മളെ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച്, ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം ഓർത്ത് നമ്മളിങ്ങനെ മോശം ചിന്തകളാണ് മനസ്സിലൂടെ കടത്തി വിടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ജീവിതം പോകും. അതായത് തോട്ട് ബിക്കം ഓർ റിയാലിറ്റി, തോട്ട് ക്രിയേറ്റ് ചെയ്യുന്നു, നമ്മളെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ചിന്തയാണ് ആ ഒരു ചിന്ത, ആ ഒരു ചിന്തയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു തീരുമാനം എടുത്ത് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇത്രയും കാലം ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസ നിമിഷങ്ങളും, ഇപ്പൊ നല്ല നിമിഷങ്ങളാണെങ്കിൽ എല്ലാത്തിനും റീസൺ എന്ന് പറയുന്നത് നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മളെ വിശ്വാസമായി മാറി അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പൊ നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതം തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ചിന്തയെ എംപവർ ചെയ്യണം. ഇതിന്റെ സയൻസ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു, ഒരുപാട് ചിന്തകൾ നമ്മൾ ഡെയിലി നമ്മുടെ മനസ്സിലൂടെ കടത്തിയിടുന്നു. ഈ 70,000 ചിന്തയിൽ നല്ല ചിന്തകൾ ഉണ്ടാവും. നല്ല ചിന്തകൾ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ അതിനനുസരിച്ചിട്ടുള്ള ഹോർമോണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹാപ്പിനെസ് ഹോർമോണ്, ഡോപ്പമിന്, ഓക്സിറ്റോസിൻ, ഇങ്ങനെയുള്ള ഹാപ്പിനെസ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. മോശം ചിന്തകളാണ് സ്ട്രെസ് പരമായിട്ടുള്ള എന്താണ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്തൊക്കെയാ? കോർട്ടിസോള്, അഡ്രിനാല്, ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തിനെയും ബാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല ചിന്തകൾ മനഃപൂർവ്വം ഇട്ട് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കും. അതുപോലെ വേറൊരു കാര്യം, ഈ ഒരു നല്ല ചിന്ത നമ്മൾ ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ തോട്ടിനെ മാസ്റ്റർ ചെയ്യണം. നമ്മളെ തോട്ടിനെ മാസ്റ്റർ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റും, എംപവർ ചെയ്യുന്ന ചിന്തകൾ കൊണ്ടുവരാൻ പറ്റും. ഇനി ഈ ചിന്തകൾ എന്ന് പറയുമ്പോൾ
നമുക്കറിയാം എവറിത്തിങ് ഈസ് എൻ എനർജി. ഈ യൂണിവേഴ്സിൽ കാണുന്ന എല്ലാ വസ്തുക്കൾക്കും എനർജി ഉണ്ട്. അതിനും ഓരോന്നിനും ഒരു വൈബ്രേഷൻ ഉണ്ട്. നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ, ശരിക്കും നമ്മളെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ചിന്തകൾക്കും എനർജി വൈബ്രേഷൻ ഉണ്ട്. അപ്പോ നമ്മുടെ തോട്ട് എന്ന് പറയുന്നത് ഇലക്ട്രിക് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഇമോഷന് മാഗ്നറ്റിക് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ നമ്മൾ നല്ല ചിന്ത, അതായത് ലവ്, എന്തൊക്കെ നല്ല ചിന്ത എന്ന് പറയുമ്പോൾ ലവ് ഉണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്, അതുപോലെ ജോയ് ഉണ്ട്. ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറമേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളെ ഫ്രീക്വൻസി ലെവൽ ഹൈ ആവും, വൈബ്രേഷൻ ഫ്രീക്വൻസി ലെവൽ ഹൈ ആവാൻ തുടങ്ങും. ശരിയല്ലേ? നമ്മുടെ ഉള്ളിൽ നിന്ന് ഇത് പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസി ലെവൽ ഹൈ ആവാൻ തുടങ്ങുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു ചെറിയൊരു മെഡിറ്റേഷനിലേക്ക് നമുക്ക് പോവാം. ജസ്റ്റ് എല്ലാവരും ഒന്ന് കണ്ണുകളൊന്ന് അടയ്ക്കുക. ജസ്റ്റ് കണ്ണുകൾ അടയ്ക്കുക. ശ്വാസം, കണ്ണുകൾ എല്ലാവരും ഒന്ന് അടയ്ക്കുക. ശ്വാസം പതിയെ ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ശ്വാസത്തെ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്ക് സന്തോഷം തരുന്ന ആ ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം തന്നിട്ടുള്ള ആ ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്യുക, നിങ്ങൾക്ക് എന്ത് ഫീലിംഗ്